അഭി എന്തുകൊണ്ടാ ഒരു മോഡലാവാനോ അല്ലെങ്കിൽ ഒരു സിനിമ നടിയാവാനോ ഒന്നും ഓണസ്റ്റ് ആയിട്ട് ശ്രമിക്കാൻ? ഞാൻ തുടക്കത്തിൽ ശ്രമിച്ചാണ്, ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല. അവർക്ക് താല്പര്യം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി അത് വിട്ടു. ലൈക്ക് ജെന്യുവൻ റീസൺസ് ഉണ്ട്. എന്റെ ജോന്റെ കാര്യം ഉണ്ടല്ലോ, ഇത് ഞാൻ അഭിനയിച്ച സിനിമകളിലാണെങ്കിലും എന്റെ പെർഫോമൻസ് എത്ര ആണെങ്കിലും എന്നുവെച്ചാൽ ആ സമയത്തൊക്കെ ഒരു 10 വർഷമൊക്കെ ബാക്കിട്ട് പോയി കഴിഞ്ഞാല് ഭംഗി ഭയങ്കര ഫാക്ടർ തന്നെയാണ്. ഞാൻ ഭയങ്കര കൊലകൊമ്പനായ അഭിനയം അഭിനയിച്ചു എന്നല്ല പറയണത്, പക്ഷെ ഞാൻ അഭിനയിച്ച സിനിമകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസിലാണെങ്കിൽ പോലും അത് കഴിയുമ്പോഴും നമുക്ക് ബാക്കില് സെറ്റില് ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കേൾക്കാം, ലൈക്ക് ആ കൊച്ചിന്റെ താടി ഒന്ന് ശരിയായിരുന്നെങ്കിൽ. അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു, ഒന്നല്ലെങ്കിൽ ശരിയാക്കണം, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലായിരുന്നു. അതൊക്കെ ഒരു എല്ലാവരും താല്പര്യമില്ല. അതാണ് എനിക്ക് എന്റെ താടി അങ്ങനെ സർജറി പറയാൻ പറ്റില്ല. നാളെ ചിലപ്പോ സർജറി ഒക്കെ ചെയ്ത് അടുത്ത ഓണത്തിന് ഇങ്ങനെയൊക്കെ ഇരിക്കും. പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ പിള്ളേന്ന് പറയുന്ന സീനല്ലേ. എനിക്ക് ഇപ്പൊ വരെ എന്തായാലും താടിയുള്ള എല്ലാ കുട്ടികളും അഭിമാനത്തോടെ നടക്കണം എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇപ്പൊ വരെ തോന്നിയിട്ടുള്ളത്. പലതരം പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എന്താണ് അതിന് പറയാ, കേളി ഹെയർ നിങ്ങൾ കളയരുതെന്ന് പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന കുട്ടികളുണ്ട്. ആദ്യമായിട്ടാണ് താടി നിങ്ങൾ കളയരുതെന്ന് പറയുന്നത്. പ്രൗഡ് ഓഫ് യു അഭി. പക്ഷെ ശരിക്കും അത് ഉള്ളവർക്ക് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും നോർമലായിട്ട് ചിരിക്കുമല്ലോ, താടിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫേസ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുള്ളവര് ആ ഒരു നോർമൽ ചിരിക്ക് വരെ ഒരുപാട് സെൽഫ് ട്രെയിൻ ചെയ്യണം. നമ്മുടെ ഒരു നോർമൽ ചിരി ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വെറുതെ അങ്ങനെ ചിരിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞ ടു മീറ്റ് ദ എസ്തറ്റിക് സ്റ്റാൻഡേർഡ്സ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് പിന്നെ അൾട്ടിമേറ്റ്ലി അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ ഒരു ഒറ്റ ഇതെന്ന് വെച്ചാൽ ഇത് കാരണം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ചെറിയ മേക്കപ്പിലോ അതിലൊക്കെ അവിടെ ഇവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വരുത്തിക്കാൻ ലുക്ക് പ്രിറ്റി. ഇനിയിപ്പോൾ അതും വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ലിവ് യുവർ ലൈഫ് ദ വേ യു വോണ്ട്. ഐ ചോസ് ടു സ്റ്റേ ലൈക്ക് ദിസ്. അത് മാറ്റിക്കൊണ്ട് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. ഇദ്ദേഹമാണോ നിങ്ങളുടെ വീട്ടിലെ എനർജി ബൂസ്റ്റർ? റെഡ് ബുൾ ആണ് കോമഡി. വീട്ടിലെ റെഡ് ബുൾ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കും റെഡ് ബുൾ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചേച്ചിയൊക്കെ തന്നെയാണ്. ഇല്ല, ഇത് പറഞ്ഞ നേരത്തെ അഭി പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ചാർജ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം വി ആർ യൂസ്ഡ് ലൈക്ക് ദാറ്റ്. ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ലൈഫിൽ നമുക്ക് 4 പേർക്കും ഞങ്ങൾ 4 പേരും മാത്രം ഉണ്ടായിരുന്നത്. അച്ഛ പോയതാണ് ഏറ്റവും വലിയൊരു അടിയായി പോയത് നമുക്ക്. പക്ഷെ എന്നാലും അച്ഛയുടെ ഒരു അഭാവം അമ്മ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം നമ്മള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരാൾ വീക്കാകുമ്പോ മറ്റേ ആള് എന്ന് പറയും, അങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകണം. ഞാനിപ്പോ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ലോജിക് ഒന്നും ഇല്ല എന്നറിയാം. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, എന്ത് കാര്യത്തിൽ അച്ഛനെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നു? അങ്ങനെ പറയാൻ കാര്യത്തിലാണ് മിസ് ചെയ്യാത്തത് എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹി വാസ് ദേർ ഇൻ എല്ലാ കാര്യങ്ങളിലും. ഞങ്ങക്ക് അച്ഛന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സീരിയസ് അച്ഛനൊന്നായിരുന്നു. എനിക്കായിരുന്നില്ല, ചേച്ചിക്ക് കുറെയൊക്കെ ആയിരുന്നു. ഇവളും അച്ഛനും തമ്മിൽ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും മിസ് ചെയ്യും. എനിക്കിപ്പോ കല്യാണം കഴിക്കണ ഞാൻ ആരോട് സംസാരിക്കുന്ന വലിയ ഇവരൊന്നും ആയിട്ട് സെറ്റ് ആവില്ല കാര്യമൊന്നും. അതൊക്കെയാണ് വലിയ വിഷയങ്ങൾ. എവറിത്തിങ് എല്ലാ ഏരിയയിലും അച്ഛനെ മിസ്, എല്ലാ കാര്യത്തിലും. ഈ പറഞ്ഞ പോലെ അച്ഛ എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിന്നിട്ടില്ലെങ്കിലും എല്ലാത്തിലും ഉണ്ടായിട്ടില്ലാണ്. ഇപ്പൊ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അച്ഛ ചിലപ്പോൾ കയറി മീൻകറി വെക്കണമെന്നില്ല, അച്ഛ കുക്കൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അച്ഛ അവിടെ ഉണ്ടാവും, ചെറുതായിട്ട് ഇഞ്ചിയൊക്കെ ചതയ്ക്കാനും. സോ എല്ലാ കാര്യങ്ങളിലും ഹിസ് പ്രസൻസ് വാസ് ദെയർ. അത് ഒറ്റടിക്കാൻ കൂടി ഇല്ലാണ്ട് ഇപ്പോഴും ഞങ്ങൾ പല കാര്യങ്ങളിലും എന്താ പറയാ അറിയാണ്ട് അച്ഛനെ വിളിക്കാനും അത് പോയിട്ടില്ല ഇതുവരെ. അച്ഛൻ ഇല്ല എന്നുള്ളൊരു ആബ്സെൻസിലേക്ക് നമ്മളിപ്പോഴും 100% ആക്സെപ്റ്റൻസിലേക്ക് വന്നിട്ടില്ല. അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് വരണ്ടാന്ന് വിചാരിക്കും ചില സമയത്ത്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അതായത് ഒരിക്കൽ ഞാനൊരു ഷോന് നിൽക്കുന്ന സമയത്ത് കയറുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ അച്ഛനെ അമ്മേനെയും ഫോൺ വിളിച്ചിട്ടാണ് കയറുക. അപ്പം അബി ഇല്ലാത്ത ഷോവാ. അപ്പം കയറുന്നതിന് മുമ്പ് പാപ്പു അച്ഛയുടെ പഴയ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് അച്ഛ കോളിംഗ് എന്ന് പറഞ്ഞപ്പോ മറന്നുപോയി അച്ഛ ഇല്ല എന്നുള്ള കാര്യം. അച്ഛ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തപ്പോഴാണ് മമ്മീ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ ചില നമുക്ക് മറന്നു പോവും ചില സമയത്ത് അച്ഛ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഓക്കെ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു ഫോൺ കോളിന് അപ്പുറത്തുണ്ടോ എ ആർ റഹ്മാൻ? അങ്ങനെ കുറച്ച് മാനേജറിനെ ബൈപ്പാസ് ചെയ്തിട്ട് നേരിട്ടൊക്കെ വിളിക്കാൻ പറ്റുമോ?
മെസ്സേജ് വൈബ് വരെ ഞാൻ അങ്ങനൊന്നും വിളിക്കാറൊന്നുമില്ല. മറ്റേ എന്തെങ്കിലും സാധനം വിട്, മറ്റേ ഈ ബഹുമാനത്തിന്റെ മൂട് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. പടം. അങ്ങനെ ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സാറിന്റെ അടുത്ത് പറയാനുള്ളൊരു ആക്സസ് ഉണ്ട്. പറഞ്ഞതിന് കണ്ണു എന്തൊക്കെ ബേസിക്കലി സംസാരിക്കുന്നത് നിങ്ങൾ മ്യൂസിക്കിനെ പറ്റി? അങ്ങനെയൊന്നും സംസാരിക്കുന്നില്ല. ആ പോയി അങ്ങനെ സംസാരിക്കില്ല. പാട്ടുകൾ റിലീസ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കുക. പിന്നെ ചില സമയത്ത് പ്രയറിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പ്രയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ സാറിന് അയച്ചു കൊടുക്കും. അപ്പൊ സാറ് പറയും അല്ലാഹു കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് വെള്ളം വേണോ? ബേസിക്കലി ഇങ്ങനെയൊക്കെ തന്നെ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനെ അറിയിക്കും. ലൈക് സാർ ഇങ്ങനെയാണ്. ചിലതിന് സാറ് മെസ്സേജ് ചെയ്യും, ചിലതിന് റിപ്ലൈ ചെയ്യില്ല. അങ്ങനെയൊക്കെ. അല്ലാണ്ട് എങ്ങനെ അദ്ദേഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ശ്രമിക്കണില്ല. ചേച്ചി മാനിഫെസ്റ്റ് ചെയ്ത് ചേച്ചിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. അതിന്റെ ഇടയിൽ ടു മെനി കുക്ക് സ്പോയിൽ ദ സൂപ്പ് വേണ്ട. Let her have her peace and അല്ലേ? പിന്നെ സാർ അങ്ങനെ അധികം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല പൊതുവെ. വേണ്ട, അധികം അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. പക്ഷേ സാർ ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ സംസാരിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരാളും കൂടെയാണ്. ഒരു അതർ സൈഡ് എന്നെ കാണുമ്പോ എന്റെ അടുത്ത് മിക്കവാറും സാറിന് മലയാളത്തിൽ അറിയില്ല, പക്ഷെ എന്റെ അടുത്ത് മിക്കവാറും മലയാളത്തില സുഖങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ സൗഖ്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു അവരൊക്കെ എപ്പോഴായി എന്ത് വന്നാലും ഞാൻ ഭയങ്കര കട്ടയ്ക്ക് നിൽക്കും, ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സെറ്റാണ്, ആ മൈൻഡൊക്കെ എപ്പോഴാണ് വന്നത്? അതായത് എന്റെ ഭയങ്കര ചെറിയ ഏജിലാണല്ലോ ഞാൻ ഇതൊക്കെ കാണുന്നത്. വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മ അച്ഛൻ വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ അവരുടെ ലവ് ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തായിരുന്നു അവരുടെ ലവ് ലാംഗ്വേജ്? ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇവൻച്വലി ഐ എൻഡഡ് അപ്പ് ഇൻ ദാറ്റ്. അതായിരിക്കാം. പക്ഷെ എന്തൊക്കെ വന്നാലും അമ്മ മേക്ക് ഷുവർ, ഇപ്പൊ ഞങ്ങളെ ആണെങ്കിലും എന്തൊക്കെ ചീത്ത പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവിടെ ഉണ്ടാവും. അതാണ് നമ്മുടെ വീട്ടിലൊരു ഒരു അമ്മയുടെ ഞങ്ങളായിട്ട് വഴക്ക്. സോറി പറച്ചിലൊന്നുമില്ല. ഇനിയിപ്പൊ അമ്മ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയാലും സോറി ഒന്നുമില്ല, പക്ഷെ ടേബിളിൽ നമ്മൾ കൊതിയിട്ട് തിന്നും ഭക്ഷണം. അപ്പോ അതാണ് ഒരു സൈഡിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം. മറ്റേ സൈഡില് ചേച്ചിയുടെ സീനിൽ ഞാൻ കണ്ടത് എങ്കയോ പോയിട്ട് എന്ന് പറയുന്ന പോലത്തെ സീൻ. ഐ വാസ് ഭയങ്കര അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലിറ്ററലി കണ്ടിട്ടുണ്ട്. അപ്പോ അതും ഇതും തമ്മില് എനിക്കൊട്ടും ഇറ്റ് വാസ് ലൈക്ക് അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്റെ ഐഡിയോളജീസ് ഒക്കെ ഭയങ്കര മിക്സ്ഡപ്പ് ആയിപ്പോയി. പിന്നെ ഓവർ ദ ടൈം ഞാൻ നോക്കുന്നതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ നല്ലൊരു ആണാണ്, ബ്യൂട്ടിഫുൾ ജെന്റിൽ ഹാൻസം മാൻ. പിന്നെ എന്താ അപ്പം, പക്ഷെ അതുപോലത്തെ ഒരാളെ എനിക്കങ്ങനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. തേടുന്നുമില്ല. വന്ന് ചേരുകയാണെങ്കിൽ വന്ന് പിറന്നെങ്കിൽ പിറക്ക്. എപ്പോഴും ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആളുകൾ പുച്ഛായിട്ട് വായിച്ചെടുത്തിട്ടുണ്ടോ? അങ്ങനെ പണി കിട്ടാറുണ്ടോ? ഇല്ല, പുച്ഛല്ല, ഞാൻ അഹങ്കാരിയല്ലേ, അഫിലിയേറ്റഡ് അല്ലേ, സർട്ടിഫൈഡ് അഹങ്കാരി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ നമ്മളൊരു കവറിങ്, ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്. പിന്നല്ലാതെ 2 വട്ടം കൂടുതൽ വെച്ച് ഞാൻ കരയും. എന്താ കല്യാണം കഴിക്കാത്തെന്ന് ചോദിച്ചാൽ പേടിച്ച് കരഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് അഹങ്കാരമൊക്കെ കൊണ്ട് നടക്കണം. ഓക്കെ.